എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അതായത് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നിവ എപ്പോഴാണ് അതിൻ്റെ സർക്കുലർ വരിക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നാളെ വരുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഇതുവരെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ മുതൽ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ വരുന്നതാണ്. അപ്പോൾ ആദ്യം ട്രാൻസ്ഫർ ആണോ അല്ലെങ്കിൽ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആണോ ഉണ്ടാവുക എന്നുള്ളത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകൾ ഉടൻ തന്നെ വരുന്നതാണ്. സാധാരണ ഇനി സപ്ലിമെൻ്ററി ഘട്ടത്തിൽ 2 അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാവാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ട്രാൻസ്ഫർ ആണോ ഫസ്റ്റ് അല്ലെങ്കിൽ ആദ്യം സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആണോ എന്നുള്ളതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ട്രാൻസ്ഫറിനുള്ള അപേക്ഷ നാളെ നൽകാനായിട്ട് സാധിക്കില്ല എന്നാണ് ഇപ്പോൾ കരുതുന്നത്. അപ്പോൾ ചില സമയത്ത് രാവിലെ ആകുമ്പോഴേക്കും ഇതിൻ്റെ സർക്കുലർ വരുമോ എന്ന് അറിയില്ല. കാരണം ഏകദേശം 5 ജില്ലകളിലോളം കനത്ത മഴ കാരണം ഈ ഒരു അവധി പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു അപേക്ഷ നാളെ മുതൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നാളെ ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാനായിട്ട് പോവേണ്ടതില്ല. കാരണം പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനായിട്ട് പോകും എന്ന് കരുതുന്നത് കൊണ്ടാണ് വിദ്യാർത്ഥികളോട് ഈ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫറിൻ്റെ സർക്കുലർ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമേ വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിന് അതായത് അപ്ലൈ ചെയ്യാനായിട്ട് പോവേണ്ടതുള്ളൂ. നിലവിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ ഡീറ്റെയിൽസുകളും നിലവിൽ ഈ ഒരു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഈ ഒരു ട്രാൻസ്ഫറിനുള്ള അപേക്ഷ വരുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ആർക്കൊക്കെ അപേക്ഷ നൽകാൻ സാധിക്കുമെന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ചുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെ അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ അപേക്ഷിച്ചിട്ടും അഡ്മിഷൻ അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് സ്പോട്ട് അഡ്മിഷനാണ് ഉണ്ടായിരിക്കുക. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം അഥവാ ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ അതിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടോ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടക്കുന്നതാണ്. അപ്പോൾ അതിന് ശേഷം പിന്നീട് അവസാനമായിട്ട് ഈ ഒരു സ്പോട്ട് അഡ്മിഷനാണ് ഉണ്ടാവുക. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ വഴി നിങ്ങൾക്ക്, അതായത് ഈ ഒരു സ്പോട്ട് അഡ്മിഷനുള്ള അപേക്ഷ നിങ്ങൾക്ക് HSCAP വെബ്സൈറ്റ് വഴി തന്നെ അപേക്ഷ നൽകാൻ സാധിക്കും. ആ ഒരു ഘട്ടത്തിൽ സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ വിവരങ്ങളും വിദ്യാർത്ഥികളെ അറിയിക്കുന്നതാണ്. സ്പോട്ട് അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ വേക്കൻസി ലിസ്റ്റ് വരികയും ആ ഒരു വേക്കൻസി ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് ഓപ്ഷൻസ് വെക്കുകയും അതുപോലെ ഓരോ സ്കൂളുകൾ ഓരോ കോഴ്സിലേക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് വേക്കൻസി നോക്കി അവിടെ അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു സ്പോട്ട് അഡ്മിഷൻ എപ്പോഴാണ് സ്കൂളിൽ പോവേണ്ടത്, ആ സ്കൂളിൽ നിശ്ചിത ദിവസം നിങ്ങൾ ഈ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനായിട്ട് പോകണമെന്ന് പറയും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ആ ഒരു സ്കൂളിൽ പോയിട്ട് ആ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന ഒരു അവസരമാണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷന് മുമ്പായിട്ട് ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിനു മുമ്പായിട്ടോ അല്ലെങ്കിൽ സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് ശേഷമോ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവും. ഏതായാലും ആദ്യം തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവാനാണ് സാധ്യത കാണുന്നത്. കാരണം മുൻ വർഷങ്ങളിലൊക്കെ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഒരു ട്രാൻസ്ഫർ, പിന്നീട് ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് ശേഷം പിന്നീട് ഒരു ട്രാൻസ്ഫർ, ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഈ വർഷം ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്നാൽ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് മുമ്പ് തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു വിധത്തിലുള്ള സർക്കുലറും ഈ ഒരു HSCയിൽ നിന്ന് വന്നിട്ടില്ല. അപ്പോൾ അത് വരുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫറിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പല വിദ്യാർത്ഥികളുടെയും കമൻറ്റിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.